ഒ പിയിൽ വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ അവരുപയോഗിക്കുന്ന സബ്സ്റ്റൻസസും അവരുടെ പാറ്റേൺ ഓഫ് യൂസിനെ പറ്റിയെല്ലാം ചോദിച്ചു വരുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാർ കെമിക്കൽ ഡ്രഗ്സ് ആയിട്ടുള്ള എക്സ്റ്റസിയും മെത്താംഫെറ്റമിനും LSD എല്ലാം യൂസ് ചെയ്യുന്നു. ഒരു നല്ല ശതമാനം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യത്തില്ല, അത് അടിച്ച് സോണ്ട് ഔട്ട് ആവാനൊന്നും വയ്യ, ഞങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഞങ്ങൾ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, ടൊബാക്കോ പോലും യൂസ് ചെയ്യത്തില്ല, അത് അഡിക്റ്റീവ് ആയതുകൊണ്ട്. ഈ കാനബിസ് അഡിക്റ്റീവ് അല്ല, അതിന് ഹാങ് ഓവർ ഇല്ല, അത് ഒരു കാംനെസ് ഉണ്ടാക്കും, പിന്നെ അത് നാച്ചുറൽ ആണ് എന്നുള്ളത്, ഒരു നാച്ചുറൽ ഹെർബും വെജിറ്റബിൾ ആണെന്നെല്ലാം വരെ ആൾക്കാർ പറയാറുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് അതിൽ നിന്നുണ്ടാവാവുന്ന മൂഡ് ഡിസോർഡേഴ്സോ സൈക്കോട്ടിക് ഡിസോർഡേഴ്സോ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു കഞ്ചാവിൻ്റെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിയണം എന്നില്ല. അപ്പോൾ അവർക്ക് മിക്കവാറും അറിവില്ലാത്തതായിട്ടുള്ള ഒരു ഏരിയയാണ് കഞ്ചാവ് കൊണ്ടുണ്ടാവുന്ന സെക്ഷുവൽ സൈഡ് എഫക്ട്സിനെ പറ്റി. അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് അവരത് ഇൻട്രസ്റ്റഡ് ആവാനും സാധ്യതയുണ്ട്, അതിനെപ്പറ്റി അറിയാനായിട്ട്. ആണുങ്ങളിൽ പ്രൊലോങ്ഡ് യൂസ് ഓഫ് കാനബിസ് സ്പേമിൻ്റെ ഹെൽത്ത് ഡിക്രീസ് ചെയ്യും, മൊട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും, കൗണ്ട് ഡിക്രീസ് ചെയ്യും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഡിക്രീസ് ചെയ്യും, സെക്ഷൽ ഡിസയർ ലിബിഡോ ഡിക്രീസ് ചെയ്യും, ഈവൻ പ്രിമച്യൂർ എജാക്കുലേഷൻ എല്ലാം കോസ് ചെയ്യുന്നതായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. ഫീമെയിൽസിനാണെങ്കിലും ഫെർട്ടിലിറ്റിയും സെക്ഷൽ ഡിസയറും എല്ലാം കുറയുന്നതായിട്ടും വരും. ഇത് പറയുമ്പോൾ ചിലവർ പറയും പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചാണല്ലോ അനുഭവം, ഞങ്ങൾക്ക് സെക്ഷൽ ഡിസയർ എല്ലാം കൂടുന്നതായിട്ടുള്ളൊരു അനുഭവമാണല്ലോ എന്നും ചിലവർ പറയും. ഇനിഷ്യൽ യൂസിലെല്ലാം സെക്ഷൽ എനർജിയും സെക്ഷൽ ഡിസയറും എല്ലാം കൂട്ടുന്നതായിട്ടുണ്ടെങ്കിലും മിക്ക സ്റ്റഡീസും പറയുന്നത് പ്രൊലോങ് യൂസും കണ്ടിന്യൂഡ് യൂസിലും ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ് ഉള്ളത്.